കാഴ്ചകളൊക്കെ? നമ്മുടെ കുഞ്ഞൻ ഉറുമ്പല്ലേ നിൽക്കുന്നത്? കൊറേ ദിവസമായല്ലോ നമ്മുടെ കുഞ്ഞൻ ഉറുമ്പിനെ കണ്ടിട്ട്, അല്ലേ മാളു? അതെ ഉണ്ണിക്കുട്ട. എന്തൊക്കെയുണ്ട് കുഞ്ഞാ വിശേഷങ്ങൾ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. സുഖം തന്നെയല്ലേ? പറ കുഞ്ഞ, മറ്റു കൂട്ടുകാരൊക്കെ എവിടെയാ? ആരെ കാണാനില്ലല്ലോ. സുഖാണ് കൂട്ടുകാരെ. ഈ ഉണ്ണിക്കുട്ടനെ കണ്ടിട്ട് കൊറേ ദിവസം ആയല്ലോ. എന്താ ഉണ്ണിക്കുട്ട, ഇവിടെ ഒന്നും ഇല്ലേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്റെ കുഞ്ഞാ. കുഞ്ഞനിപ്പോ എവിടെ പോയിട്ടാ വരുന്നത്? അതൊരു കഥയാണ് കൂട്ടുകാരെ. ഞാനൊരു അപകടത്തിന് രക്ഷപ്പെട്ടു വരാ. ആ സംഭവം ഞാൻ കൂട്ടുകാർക്കായിട്ട് പറഞ്ഞു തരാം. പണ്ട് ഒരു കാട്ടിൽ ഒരു പെൺപ്രാവ് ഉണ്ടായിരുന്നു. വളരെയധികം സത്യസന്ധയായിരുന്നു അവൾ. സത്യം മാത്രം പറയുക, ആർക്കെങ്കിലും ഒരു ആപത്തുണ്ടായാൽ തന്റെ ശത്രുവാണെങ്കിൽ പോലും അവരെ തനിക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക എന്നതായിരുന്നു പ്രാവിന്റെ സ്വഭാവം. പ്രാവിന് 2 മക്കളായിരുന്നു, കിട്ടുവും മിട്ടുവും. മഹാവികൃതികളാണ് 2 പേരും. 2 പേരോടും അമ്മ എപ്പോഴും പറയുന്നത് കള്ളം പറയരുത്, മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം, ആപത്ഘട്ടങ്ങളിൽ പെടുന്നവരെ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കും തങ്ങൾക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ. അമ്മ പറയുന്നത് പോലെ അനുസരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കിട്ടു. പക്ഷെ മിട്ടുവോ, മഹാ അഹങ്കാരിയായിരുന്നു അവൻ. അമ്മ ഈ പറയുന്നതൊന്നും അവൻ കേട്ടതായേ ഭാവിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിട്ടുവും മിട്ടുവും കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ കിടന്ന് കൈകാലുകളിട്ട് അടിച്ച് കരയുന്നത് കണ്ടത്. അവൻ അറിയാതെ വെള്ളത്തിൽ വീണുപോയതാണ്. കിട്ടു പറഞ്ഞു, ദേ മിട്ടു, അങ്ങോട്ട് നോക്കി, ഒരു പാവം കുഞ്ഞനുറുമ്പ് അതാ ആ കുളത്തിൽ കിടന്ന് കരയുന്നു. പെട്ടെന്ന് നമുക്ക് അവനെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ പാവം മരിച്ചു പോകും. മിട്ടു കിട്ടു പറയുന്നതൊന്നും വകവയ്ക്കാതെ കിട്ടുവിനെ കളിയാക്കി, എടാ കിട്ടു, ഈ കുഞ്ഞു ഉറുമ്പിനെ സഹായിച്ചതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? പിന്നെ എപ്പോഴെങ്കിലും നിന്നെ ഈ കുഞ്ഞനുറുമ്പ് സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ കിട്ടു പറഞ്ഞു, അമ്മ നമ്മളോട് പറഞ്ഞത് നീ മറന്നുപോയോ? തിരിച്ച് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഒരാളെയും സഹായിക്കേണ്ടത്. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ മിട്ടു പറന്നുപോയി. പക്ഷെ കിട്ടു ആ കുഞ്ഞനെറുമ്പിനെ സഹായിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും ഒരു ഇല കടിച്ചെടുത്ത് ആ കുഞ്ഞനുറുമ്പിന്റെ അരികിലായി ഇട്ടുകൊടുത്തു. ആ കുഞ്ഞെറുമ്പ് ഒരു വിധം അതിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു. തന്നെ സഹായിച്ചതിന് കുഞ്ഞനുറുമ്പ് കിട്ടുവിനോട് നന്ദി പറഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി കണ്ണി കാണുന്ന മൃഗങ്ങളെയെല്ലാം അയാൾ വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് മരക്കൊമ്പിലിരുന്ന് പ്രാവിനെയും മക്കളെയും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ പ്രാവിനെയും കുട്ടികളെയും വെടിവെക്കാനായി ഉന്നം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുഞ്ഞനുറുമ്പ് അതുവഴി നടന്നു വന്നത്. അവൻ ഈ കാഴ്ച കണ്ടു. ദൂരെ നിന്നും കണ്ടപ്പോഴേ അവന് കിട്ടുവിന് മനസ്സിലായി, തന്നെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചവനാണ്, അതുകൊണ്ട് അവനെയും കുടുംബത്തെയും രക്ഷിച്ചേ പറ്റൂ.
പക്ഷേ ഇതൊന്നും അറിയാതെ മരക്കൊമ്പിൽ ഇരിക്കുകയാണ് പ്രാവും കുട്ടികളും. കുഞ്ഞനുറുമ്പോർത്തു, സമയം പാഴാക്കാനില്ല. അവൻ തന്റെ സർവശക്തിയും എടുത്ത് തന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായി ആ തോക്കും ചൂണ്ടി നിൽക്കുന്ന വേട്ടക്കാരന്റെ കാലിൽ ഒരു കടി വെച്ചു കൊടുത്തു. ആ കടിയിൽ വേട്ടക്കാരന്റെ ഉന്നം പിഴച്ച് ആ വെടിയുണ്ട ദിശ മാറി വേറെ എങ്ങോട്ടോ പോയി. ഈ ശബ്ദം കേട്ട് പേടിച്ച് പ്രാവും മക്കളും ആ മരക്കൊമ്പിൽ നിന്നും പറന്നുയർന്നു. ഉന്നം പിഴച്ച ആ വേട്ടക്കാരൻ നടന്നു ദൂരേക്ക് പോയി. അവർ തന്നെ സഹായിച്ചതിന് കുഞ്ഞനുറുമ്പിനോട് നന്ദി പറഞ്ഞു. കിട്ടുവിന് അപ്പോഴാണ് കുഞ്ഞനുറുമ്പിനെ ഓർമ്മ വന്നത്. അവർ കുഞ്ഞനുറുമ്പിനോട് യാത്ര പറഞ്ഞു. വീട്ടിലേക്ക് പോകും വഴി പണ്ട് നടന്ന കാര്യങ്ങൾ എല്ലാം കിട്ടു അമ്മയോട് പറഞ്ഞു. കഥ കേട്ടപ്പോൾ അമ്മ മിട്ടുവിനോട് പറഞ്ഞു, കണ്ടില്ലേ മിട്ടു, അമ്മ പറഞ്ഞതനുസരിച്ചതിന്റെ ഗുണം. അന്ന് നീ ആ കുഞ്ഞനുറുമ്പിനെ സഹായിച്ചതിന് കിട്ടുവിനെ കളിയാക്കി. ഇപ്പോ ഒരു ആപത്ത് വന്നപ്പോഴോ? നമ്മൾ ആരോടും വലിപ്പം നോക്കിയല്ല അവരെ സഹായിക്കേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്ന സഹായമാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഇത് കേട്ടപ്പോൾ മിട്ടുവിന് ഒരല്പം ദുഃഖം തോന്നിയെങ്കിലും അമ്മ പറഞ്ഞതിന്റെ അർത്ഥം അവൻ അന്ന് മനസ്സിലാക്കി. പിന്നീടുള്ള കാലം അമ്മ പറയുന്നത് പോലെ കേട്ട് അവൻ നല്ല കുട്ടിയായി ജീവിച്ചു. ഭാഗ്യം, കുഞ്ഞനുറുമ്പ് രക്ഷപ്പെട്ടല്ലോ. ഇനി ഒരു അപകടത്തിലും പെടാതെ സൂക്ഷിച്ച് നടന്നോണം കേട്ടോ. ശരി കൂട്ടുകാരെ, ഞാൻ പോയിട്ട് വരട്ടെ. പിന്നെ കാണാമേ. ഉണ്ണിക്കുട്ടാ, പോട്ടെ. ഉണ്ണിക്കുട്ട, കുഞ്ഞനുറുമ്പ് പറഞ്ഞു തന്ന ആ സംഭവത്തിൽ നിന്നും ഉണ്ണിക്കുട്ടൻ എന്ത് മനസ്സിലാക്കി? അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ വലിപ്പ ചെറുപ്പം നോക്കാതെ ചെയ്യണം. എന്നാൽ നമുക്കൊരു ആപത്തുഘട്ടം വരുമ്പോൾ തിരിച്ച് നമുക്ക് സഹായം കിട്ടും.